ശുഭമുഹൂർത്തത്തിൽ നമ്മളുടെ അജന്ത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള വിജയോത്സവം, അതായത് നമ്മുടെ ഈ അടുത്ത് ക്ലബിന്റെ പരിസരത്തുള്ള 3 വാർഡുകളിലെയും ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കുന്നതിനോടൊപ്പം തന്നെ ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിച്ച് ഇന്നത്തെ യുവതലമുറയും ഈ ക്ലബിന്റെ ഭാഗമായി നിലനിൽക്കുകയാണ്. വിവിധ പരിപാടികളുമായി ഈ ചെറിയ സ്ഥാപനം ചാലക്കുടി നഗരസഭയുടെ വയോമിത്രം പദ്ധതിക്കായിട്ടായാലും നികുതി പിരിവിനായാലും അങ്ങനെ നിരവധി പരിപാടികൾ ഇപ്പൊ ഇവിടെ നമ്മുടെ കുമാരി ശക്തമായി നമ്മുടെ അച്ഛനമ്മമാര് പറയും ഞങ്ങളെ പോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ. അപ്പൊ ആ ബുദ്ധിമുട്ടാണ് അവർ പറയുന്നത്. അവർക്ക് ആ സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ സാഹചര്യം ഞങ്ങൾ ഒരുക്കി തരാൻ തയ്യാറാണ്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ നേടിയെടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ ഈ പ്രായത്തിൽ A+ കിട്ടിയ മക്കളോട് ഞാനിത് പറയണമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ആ ലക്ഷ്യത്തിൽ പോകുന്നതായിരിക്കും. നൈസിയുടെ മോളാണോ? അല്ല, എനിക്ക് നൈസിയുടെ ഭയങ്കര നൈസി ഞാൻ സ്കൂളിൽ ഒരുമിച്ചാ പോയിരുന്നത്. നൈസിയുടെ ഭയങ്കര താഴെ തോന്നി. അതുകൊണ്ടാണ് നൈസിയുടെ മോളാണ്. അതെനിക്കറിയാം. സോറി ട്ടാ. അപ്പൊ അതാണ് എനിക്ക് കുട്ടികളോട് എല്ലാവരോടും പറയാനുള്ളത്. പിന്നെ ജീവിതത്തിൽ എപ്പോഴും കൂടി പോകണ്ടോന്ന് എനിക്കറിയില്ല കേട്ടാ. ജീവിതത്തിൽ എപ്പോഴും ഒരു സാഹചര്യം ഉണ്ട് നമ്മളെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. എല്ലാവരുടെ ജീവിതത്തിലും ഒരു ഡൈവേർട്ടിങ് പോയിന്റ് ഉണ്ടാവും. കുറെ കഷ്ടപ്പാടായാലും കുറെ സന്തോഷമാണെങ്കിലും എന്തുണ്ടെങ്കിലും ഒരു ഡൈവേർഷൻ പോയിന്റിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്നത്, എങ്ങനെയാണ് അത് എത്തിപ്പെടണേന്ന് എനിക്കറിയില്ല. ഞാൻ എങ്ങനെയാണ് കവിത എഴുതി തുടങ്ങിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാനൊരു അങ്ങനെ മലയാള ടീച്ചറല്ല, ഞാൻ കണക്ക് ടീച്ചറാണ്. ചെറുപ്പത്തിലൊക്കെ നമ്മൾ വായിക്കുമല്ലോ, സ്വാഭാവികം. എന്നാൽ ഇവിടെ അടുത്ത് നമുക്കത് വായനശാലയൊന്നും ഇല്ല. കൂടപ്പുഴയില് വീട്ടില് ബുക്കുകൾ കിട്ടാനുള്ള സാധ്യതയില്ല. നമ്മൾ വായിക്കുന്ന എന്താ, ബാലരമ, പൂമ്പാറ്റ, പിന്നെ സ്കൂളിൽ നിന്ന് വല്ല പുസ്തകം തന്നാൽ അങ്ങനെ ഇന്നത്തെ പോലെ പുസ്തകം കിട്ടാനുള്ള സാഹചര്യമില്ല. പക്ഷെ എങ്ങനെയാണ് കവിത എഴുതി തുടങ്ങിയത് നമുക്കറിയില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തില് ചില സമയത്ത് നമ്മൾ സ്വയം അറിയാതെയും ഡൈവേർട്ട് ചെയ്ത് പോകും. അതാണ് എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഓരോ അനുഭവങ്ങളെയും അടിതൊട്ട് മുടി വരെ പരിശോധന നടന്നു. ഒരു തെളിവും കണ്ടില്ല. തലയോട് പൊട്ടിച്ചപ്പോൾ പുറത്തു വന്നത് നിന്റെ തലമണ്ടയ്ക്കകത്ത് എന്താടി ഇരിക്കണേ എന്ന പ്രതിജ്ഞയാണ്. നെഞ്ചിൻ കോട് കീറിയപ്പോൾ കണ്ടത് പ്രണയ സ്വപ്നങ്ങൾ തണുത്തുറഞ്ഞ നിരാശയുടെ ഹിമാലയൻ കുന്നുകളുടെ ചിത്രങ്ങളായിരുന്നു. രണ്ടായി പിളർത്തിയ വയറ്റിനുള്ളിൽ ചെവിയടച്ചും കണ്ണടച്ചും വിഴുങ്ങിയ ദിനരാത്രങ്ങൾ ദഹിക്കാതെ കിടപ്പുണ്ടായിരുന്നു. ദഹനേന്ദ്രിയങ്ങളെല്ലാം അപ്പോഴും കർപ്പ. അടഞ്ഞിരുന്ന കണ്ണുകൾ തുറന്നപ്പോൾ കൃഷ്ണമണിയിൽ മക്കളുടെ കണ്ണു തുറപ്പിച്ചുള്ള നോട്ടം. ചെവിക്കുള്ളിൽ കുത്തുവാക്കുകൾ കൊണ്ട് പണിത ചൈന വൻമതിലുകൾ. ഇനി ഒരു ശബ്ദവും കേൾക്കേണ്ടെന്ന ഭാവത്തിൽ നെഞ്ചു വിരിച്ചു നിന്നു. ഒന്നിനും മറുപടി പറയാതിരിക്കാനാവണം നാവുകൾക്ക് എത്തിയിട്ടിരുന്നു. ഇനിയൊരു സംയോജിത സങ്കലന വ്യവസ്ഥയിൽ താല്പര്യമില്ല എന്ന ബോർഡ് ഗർഭപാത്രത്തിൽ തൂക്കിയിട്ടിരുന്നു. ഇടിഞ്ഞു തൂങ്ങിയ മാറിടങ്ങൾ, പൂമ്പടഞ്ഞ വാഴ കണക്കിൽ ഇനി ഒരിക്കലും ഒന്നിനു വേണ്ടിയും ചുരത്തില്ലെന്ന് നോ എൻട്രി ബാനർ പൊട്ടിച്ച് അനാവൃതമായി കിടന്നു. കരളിന്റെ സാമ്പിളിൽ കെട്ടുപോയ സ്നേഹത്തിന്റെ അരുവികൾ ഫാറ്റി ലിവറായി ചീർത്തു നിന്നിരുന്നു. സ്വന്തം ഭാര്യയെ പോസ്റ്റ്മോർട്ടം ചെയ്ത ആദ്യ ഡോക്ടർ എന്ന ഗിന്നസ് റെക്കോർഡിൽ ഒപ്പുവെച്ച് അയാൾ റിപ്പോർട്ട് എഴുതി. ആന്തരിക അവയവങ്ങൾക്കോ ബാഹ്യ ശരീരത്തിലോ മുറിവുകളില്ല. ഇത് വെറും ഒരു സ്വാഭാവികമാണ്. നന്ദി. കൊച്ചുമകളും ശ്രീശങ്കര സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ മലയാളം വിഭാഗത്തിലെ പ്രബന്ധം അവതരിപ്പിച്ച് എന്റെ റിസൾട്ടൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ ചാലക്കുടിക്കാരിയാണ്. നമ്മുടെ സ്കൂളിലെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ശ്രീജയെ പോലെ തന്നെ വളരെ കുഞ്ഞ് മോട്ടിവേഷൻ ക്ലാസ്സിന് വലിയ പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ വിജയിച്ചു, നല്ല മാർക്ക് കിട്ടി എന്ന് പറയുന്നത് തന്നെ നിങ്ങളൊക്കെ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുകയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ മുഖത്ത് അവർക്കൊരു സന്തോഷമൊന്നും കാണുന്നില്ല. ഒരു അഭിനന്ദനവും അനുമോദനവും ഒക്കെ മേടിക്കാൻ വന്ന ഒരു ഉഷാറായിട്ട് മുഖത്ത് കാണുന്നില്ല എന്നോട്. എന്തായാലും തരുന്നവർക്ക് നല്ല ഉഷാറുണ്ട്, കിട്ടുന്നവരുടെ മുഖത്തൊന്നും ഉഷാറല്ല. ഒന്ന് ചിരിച്ചേ മക്കളെ. ഇതൊക്കെ കേൾക്കണമല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടാണോ ഇരിക്കുന്നേ? മറ്റേ പരീക്ഷയ്ക്ക് മേടിച്ച് മാർക്കും മേടിച്ചതും പോലെയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ഇനി കേൾക്കാൻ വേണമല്ലോ എന്നുള്ള സങ്കടത്തിലാണ് എല്ലാവരും. ഒരാള് ഒന്ന് സമാധാനമായിട്ട് ചിരിച്ചു കണ്ടില്ല. ഒന്ന് ചിരിക്കുവോ?
ഒരു പൈസ ചെലവില്ലാത്തൊരു കാര്യമാണ്. ഒന്ന് ചിരിക്കുക കേട്ടോ. അത്രയും വലിയ സന്തോഷമുള്ള കാര്യമില്ല, മനസ്സിന് ഇവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് മാർക്കൊക്കെ ഇരിക്കട്ടെ, അപ്പൊ നല്ല കാര്യം തന്നെ. മാർക്ക് കിട്ടിയതെന്ന സന്തോഷവും കൂടെ ഒന്ന് മുഖത്ത് വരട്ടെ. അതോ മറ്റേ എന്താ പറയുക, ഒരു മാർക്ക് കുറഞ്ഞു പോയി സങ്കടപ്പെടുന്നവരുണ്ടോ ഈ കൂട്ടത്തിൽ? ഞാനൊക്കെ പഠിക്കുമ്പോണ്ടായിരുന്നില്ല. നമ്മളെ നോക്കാൻ അവിടെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ നന്നാവാനും ചീത്തയാവാനും ഒക്കെ ഉള്ളതൊക്കെ നമ്മുടെ കയ്യിൽ മാത്രമാണ്. മറ്റേത് മോണിറ്റർ ചെയ്യാൻ ചുറ്റും ആൾക്കാരാണ്, ഇഷ്ടംപോലെ ടീച്ചേഴ്സ് ഉണ്ട്. അത് നമ്മുടെ കൊച്ചിലെ ഞാൻ KG തൊട്ടുള്ള കാരണമല്ല പഠിച്ചത്. അപ്പം നമ്മുടെ കുഞ്ഞിലേ മുതൽ അറിയുന്ന ടീച്ചേഴ്സാണ്, നമ്മുടെ പാരന്റ്സ് ആണ്, നമ്മുടെ കൂടെ കൂട്ടുകാരുടെ ഒക്കെ അച്ഛനമ്മമാരെ നമുക്കറിയാം. ഇങ്ങനെ നാടുമാണ്, നമ്മുടെ നാട്ടിൽ തന്നെയാണ്. ഇങ്ങനെ മോണിറ്റർ ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരാണ്. മറ്റേത് പോയല്ലോ, ഇവിടെ നിന്നൊക്കെ കൈവിട്ടു, കുറച്ച് പട്ടം കുറച്ചുകൂടെ ഉയരത്തിലേക്ക് പോയി. അപ്പൊ നമ്മൾ തന്നെ നമ്മളെ നോക്കണം. പിന്നെ പറഞ്ഞ പോലെ സാഹചര്യങ്ങൾ, ഒരുപാട് സാഹചര്യങ്ങളിൽ നിന്നെത്തും പ്രവാചകന്മാർ പ്രതിമകൾക്കായിരം അമ്പലക്കെട്ടുകൾ പണിതുയർത്തിയിടുകയായിരുന്നു. അവയുടെ മുന്നിൽ മനുഷ്യനെ കൊണ്ടു ചെന്നടിമ കിടത്തുകയായിരുന്നു. അരമുഴം പനയോലത്താളിൽ ഈ ഋഷി സൂക്തം അവരെനിക്കന്ന് കുറിച്ചു തന്നു. ഇതിനുള്ളിലല്ലോ മനുഷ്യനെ സൃഷ്ടിക്കും ഇതിഹാസമൂർത്തിയാം വിശ്വശില്പി. ഇതിനുള്ളിലല്ലോ മനുഷ്യനെ സൃഷ്ടിക്കും ഇതിഹാസമൂർത്തിയാം വിശ്വശില്പി. പ്രതിഭതൻ സ്വർണ്ണമൊരുക്കി ഞാൻ പിന്നെയും പ്രതിമകൾ പിന്നെയും വാർത്തുവച്ചു. പല ചക്രവർത്തിമാർ, സൈന്യാധിനാഥന്മാർ, യുഗതത്വചിന്താ പ്രവാചകന്മാർ, പല പല രാഷ്ട്രീയ നേതാക്കൾ അവരുടെ പ്രതിമകൾ പിന്നെയും തീർത്തുവച്ചു. പ്രതിമകൾക്കെല്ലാം പ്രഭാമണ്ഡലങ്ങൾ തീർത്തതുവഴി വന്ന മഹാരഥന്മാർ അധികാരമുദ്രകൾ കൊത്തിയ താളിൽ ഈ അറിയിപ്പെഴുതി എനിക്കു തന്നു. രണ്ട് സംഭാഷണങ്ങളും, ഒരു ഗദ്യ കവിതയും ഒരു പദ്യ കവിതയും നമ്മൾ കേട്ടു. എന്തായാലും തുടർന്നുള്ള ജീവിതത്തിൽ A+ കരസ്ഥമാക്കാൻ വേണ്ടി ഒരു ചെറിയ പ്രചോദനം മാത്രമാണ് അജന്ത വിളിച്ച് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതിനു മുമ്പ് ജന്മം കൊണ്ട് പറവൂർ സ്വദേശിയാണെങ്കിലും കർമ്മം കൊണ്ട് ചാലക്കുടിക്കാരനും പ്രത്യേകിച്ച് കൂടപ്പുറക്കാർ മധുസൂദൻ അവർകളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇലത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങളായ ഇവിടെ വന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഈ എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ എന്നെ ആദരിക്കുവാൻ കുറിച്ചിട്ട കഥകൾക്ക് ദൈവത്തിൻ എല്ലാ വർഷവും ഉന്നത വിദ്യാഭ്യാസം നേടുന്ന എല്ലാവർക്കും പ്രോത്സാഹനമായിട്ട് ഗവൺമെന്റ് കൊടുക്കാറുണ്ട്. അത് ഇന്ന് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മേഖലകളിൽ ചെല്ലുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞു നോക്കുന്നു, അപ്പോൾ ഒരു മുസ്ലിമിനെ കാണുന്നു, വലത്തോട്ട് തിരിഞ്ഞു നോക്കുന്നു, ഒരു ഹിന്ദുവിനെ കാണുന്നു. ലക്ഷ്യപതിയുടെ ഊർജ്ജത്തിലാണവ. അറിവിനുലയിൽ ഏഴാവർത്തി ചെയ്ത ജനുവൃതികളുടെ ജന്മാന്തരങ്ങളുടെ സഹപാഠി 5 സഹപാഠികൾ ഒരു കുട്ടിയെ കൊല ചെയ്തു അല്ലെ, കോഴിക്കോട്. അവര് അടുത്തതായി അദ്വൈത് KS. സെറീന ഷാജു.
ഷോന ജോസ്. ജോസ് മേച്ചേരിയുടെ മകളാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജോണി മേച്ചേരിയുടെ മകന്റെ മകളാണ്. അടുത്ത എലിസബത്ത് ജിജു മേച്ചേരിയുടെ മകൾ, നമ്മുടെ ജോണി മേച്ചേരിയുടെ സ്വന്തം. ഡെൽന ഡേവിസ് എത്തിയിട്ടില്ല തോന്നുന്നു. അവന്തികയുടെ പാരന്റ്സ് ആണ് എത്തിയിട്ടുള്ളത്. അടുത്ത സമ്മാനദാനം നടത്തുന്നതിനായി മീനാക്ഷി മാഡത്തിനെ ക്ഷണിച്ചു. അടുത്ത SSLC-യിൽ വിജയിച്ച കുട്ടികളെയാണ് വിളിക്കുന്നത്. ആദ്യം തന്നെ ദേവി നിരഞ്ജന, ആൻസിയ CN, ഗായത്രി കൃഷ്ണ, മെറിൽ ആലപ്പാട്, നമിത്, വന്നിട്ടുണ്ടോ? ആന്റോണിയ ബിജു, വൈഷ്ണവി സജീവ്, അന്തോണിസ് മെച്ചേരി, അടുത്ത സമ്മാനം നൽകുന്നതിനെ നമ്മുടെ നമിത്, വന്നല്ലോ. ആന്റോണിയ ബിജു, വൈഷ്ണവി സജീവ്, അന്തോണിസ് മെച്ചേരി, അടുത്ത സമ്മാനം നൽകുന്നതിനെ നമ്മുടെ ഷാർലറ്റ് ജിജു മേച്ചേരി, അടുത്ത സമ്മാനദാനം നടത്തുന്നതായി നമ്മുടെ ഷിഖ PS, ആനിയ ടോണി, മരിയ സെലിൻ, ഈ യോഗത്തിന് ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുന്നതിന് ജോയിന്റ് സെക്രട്ടറി രജനീഷിനെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, ക്ലബ് അംഗങ്ങളെ, ഇന്നത്തെ നമ്മുടെ പരിപാടിയിലെ നക്ഷത്രങ്ങളായി എത്തിയ നമ്മുടെ പ്രിയ കുട്ടികളെ, അജന്ത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഇങ്ങനെ ഒരു പരിപാടി എല്ലാ വർഷവും സംഘടിപ്പിക്കാറുണ്ട്. ഇത്തവണ നമ്മൾ എല്ലാ തവണയും ചെയ്യാറുള്ള പോലെ 3 വാർഡുകളിലായി തിരിച്ച് കുട്ടികൾക്കും നമ്മുടെ ക്ലബ് അംഗങ്ങളുടെ മക്കൾക്കുമാണ് നമ്മളിവിടെ എല്ലാ വർഷവും ചെയ്തു വരുന്നത്. എന്തും പറയാന്ന് വെച്ചാൽ പോലെ മഴയും ഈ പ്രശ്നങ്ങളും എല്ലാം നമ്മൾ തരണം ചെയ്തുകൊണ്ട് നമുക്ക് ഇത്രയും നല്ല രീതിയിൽ പരിപാടി ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വളരെയധികം ഭാഗ്യമായി കരുതുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്നു നമുക്ക് ഇത്രയും നല്ലൊരു സദസ്സ് ആക്കാനും പെട്ട വളരെയധികം കുറെ